ഭക്തി നിലനിൽക്കാൻ, ഭഗവത് ഖ്യാതി നിലനിർത്താൻ, ദേവാലയങ്ങളെ കൂടുതൽ കൂടുതൽ ജനങ്ങൾക്ക് വന്നു പോകാനുള്ള സൗകര്യങ്ങൾ രചിക്കാൻ, ഇതിനെല്ലാറ്റിനും വേണ്ടി ചെലവ് ചെയ്യണം. ദേവസ്വത്തിൽ ജോലി ചെയ്യുന്നവർക്ക് മാനമായൊരു വേതനം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഭൂമിയൊക്കെ കയ്യിലാക്കി നെല്ലും കൊണ്ടുപോയി അതിന് പഴയ കാലത്തെ വിലയാണ് എപ്പോഴും കൊടുക്കുന്നത്, വർഷാശനം എന്ന് പറഞ്ഞ്. എന്തൊരു തോന്നിവാസാണത്! ഇത് ആരെങ്കിലും സമ്മതിക്കുമോ? ഇത് ചോദ്യം ചെയ്യാനും ആൾക്കാരില്ല. ഭരണക്കാരൊക്കെ എക്കണോമിക് ഭരണമാണ് ഇവിടെ. എക്കണോമിക് ഭരണം, ജോഗ്രഫിക്കൽ ഭരണം, അതാണ് ഇവിടെ നടക്കുന്നത്. കൾച്ചറൽ ഭരണം എന്നൊന്നില്ല അവിടെ, വാല്യൂ ഭരണം എന്നൊന്നില്ല അവിടെ. ആ വാല്യൂസും കൾച്ചറും നിലനിർത്താൻ ഇന്ത്യ ഇവിടെ ബാക്കി നിൽക്കുമോ? സ്വാതന്ത്ര്യ സമരം വിജയിച്ചത് എപ്പോഴാണ്? ആ സാംസ്കാരികമായിരിക്കുന്ന ഒരു പരിവേഷം അതിന് കൊടുത്ത് ഭഗവത്ഗീതയും ബാക്കിയുള്ള കാര്യങ്ങളും ഭജന രൂപത്തിൽ ചെല്ലാൻ തുടങ്ങിയപ്പോഴേ ഇവിടെ ആൾക്കാർ വന്ന് ഈ സ്വാതന്ത്ര്യ സമരം കൊഴുത്തുള്ളൂ, മുഴുത്തുള്ളൂ, ശക്തമായുള്ളൂ. നമ്മുടെ കൾച്ചറിനെ നശിപ്പിച്ചാൽ ഇന്ത്യ ശിഥിലമായി പോകും. ഇപ്പോഴും പല ഭാഷകൾ സംസാരിച്ച് പല സംസ്ഥാനങ്ങളുമായി ഒന്നായിരിക്കുന്നുണ്ടെങ്കിൽ ആ കൾച്ചറൽ ത്രെഡിൻ്റെ പേരിലാണ്. അതിനെ നാം മുറിച്ചു കളഞ്ഞു എന്നുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യയിലെ ഓരോ ഭാഗവും ഞങ്ങൾ വേറെയാണെന്ന് വാദിച്ച് ഇന്നത്തെ ഉപഭൂഖണ്ഡം ഇതേമാതിരി നിലനിൽക്കില്ല. ഇത് വേണ്ടതുപോലെ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നമുക്കിവിടെ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹിസ്റ്റോറിക് നെസസിറ്റി, ഇറ്റ് ഈസ് എ ജോഗ്രഫിക്കൽ നെസസിറ്റി, ഇറ്റ് ഈസ് എ നാഷണൽ നെസസിറ്റി, ഇറ്റ് ഈസ് എ നെസസിറ്റി ഫോർ ദ യൂണിറ്റി ഓഫ് ദ നേഷൻ. ചരിത്രപരമായിട്ടുള്ള ഒരു നിർബന്ധമാണ് ഇവിടുത്തെ കൾച്ചർ നിലനിർത്തണമെന്ന്. ദേശീയമായിരിക്കുന്ന ഒരു നിർബന്ധമാണ്. ജനങ്ങൾ ഇവിടെ ഐക്യത്തോടു കൂടി നിലനിൽക്കണമെങ്കിൽ അവരുടെ ഭാഷയെയും പ്രാന്തീയതയെയും എല്ലാം വിട്ട് നിലനിൽക്കണമെങ്കിൽ സംസ്കാരത്തിൻ്റെ പേരിൽ മാത്രമേ നിലനിൽക്കുള്ളൂ. ആ സാംസ്കാരിക കാര്യം പറയാനുള്ളവരിൽ ഏറ്റവും മുമ്പന്മാരാണ് സന്യാസിമാരായിരിക്കുന്ന ഞങ്ങൾ. എന്താ കാരണം? ഞങ്ങൾ സഞ്ചരിക്കുന്നവരാണ്. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു സന്യാസിയാണ്. പക്ഷേ ഞാൻ പോയി സംസാരിക്കുന്നത് കൂടുതലും ഉത്തരേന്ത്യയിലാണ്. ഉത്തരേന്ത്യ എവിടെയൊക്കെയാണ് സംസാരിക്കുക? പല സ്ഥലങ്ങളിലും പോവാറുണ്ട്. ബംഗാൾ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, മറാഠ, തെലുങ്ക്, കർണാടകം, തമിഴ്, ഇനി എന്തൊക്കെയുണ്ട്, പല സ്ഥലങ്ങളിലും പോയി ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും അവിടെ നമ്മെ സ്വാഗതം ചെയ്യാനോ പറയുന്നത് വേണ്ടതുപോലെ കേൾക്കാനോ ഒരു കലവറ ഞാൻ അവരുടെ മനസ്സിലോ പ്രവൃത്തിയിലോ കണ്ടിട്ടില്ല. എന്താ അതിന് കാരണം? ആ സാംസ്കാരിക ബോധമാണ്. നമ്മുടെ സംസ്കാര ബോധം ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, ദേവാലയങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പം ഈ ദേവസന്നിധികളെ കോട്ടം കൂടാതെ വേണ്ടതുപോലെ ഭംഗിയായി നിലനിർത്തുന്നതാണ് നമ്മുടെ ആവശ്യം. അതിന് പണമില്ല എന്നൊരു കാര്യം പറയരുത്. പത്മനാഭസ്വാമിയുടെ ക്ഷേത്രത്തിൽ നിധി തുറന്നു തന്നിരിക്കുന്നു, 1,00,000 കോടി ഉറുപ്പിക ചെലവ് ചെയ്യൂ നിങ്ങൾ. അതിൽ കളവും ചതിയും ഉണ്ടാവരുതെന്ന് മാത്രം, സ്കാം ആവരുത്. എത്ര വിശേഷപ്പെട്ടതാ ഈ കാര്യം! എന്തിനാ ഞാനിത് പറയുന്നത്? ഒന്നും കൂടി വ്യക്തമാക്കാം. നമ്മുടെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ചില വിഗ്രഹങ്ങളൊക്കെ വളരെ വളരെ പുരാതനമാണ്. ഇപ്പോൾ ഗുരുവായൂരുള്ള വിഗ്രഹത്തിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? കൃഷ്ണൻ്റെ അച്ഛൻ ദേവകിയും വസുദേവനും അവർ രണ്ടുപേരും പൂജ ചെയ്തുകൊണ്ടിരുന്ന മഹാവിഷ്ണു വിഗ്രഹമാണത്. അതിന് കൃഷ്ണവിഗ്രഹം എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറയണില്ല കേട്ടോ, നിങ്ങളൊക്കെ പറയണത്. അപ്പം മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമാണ്. അപ്പം അതിന് എത്ര പുരാതനത്വമുണ്ട്? ചുരുങ്ങിയത് 5000 കൊല്ലം. അപ്പം ആ വിഗ്രഹം നമ്മൾ അതേ വിഗ്രഹത്തെ വളരെ ആരാധിച്ച് സന്തോഷിച്ച് സ്നേഹിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ. അതേപോലെ നമ്മുടെ പൂർവികർ തന്നിട്ടുള്ള എന്ത് സ്വത്തും എന്ത് നിധിയും നമുക്ക് വിനിയോഗിക്കാനുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൽ എന്തൊക്കെയുണ്ട് അത് മനസ്സിലാക്കാതെ ഒരു ക്ഷേത്രഭരണം അവിടെ ഉണ്ടാകാമോ? ഏറ്റവും സാങ്ക്ടിഫയിങ് ആയിട്ടുള്ളത് അവിടെ ഗർഭഗൃഹമാണ്. ആ ഗർഭഗൃഹത്തിൽ നാം ചെന്നു കഴിഞ്ഞാൽ അതിലെ ബിംബം വരെ നാം ഇളക്കി പ്രതിഷ്ഠിക്കുന്നു, അതിൽ കോട്ടങ്ങളുണ്ടെങ്കിൽ തീർക്കണു. അതേ സമയത്ത് ആ ക്ഷേത്രാങ്കണത്തിലുള്ള ഒരു നിധി, ഒരു നിക്ഷേപ കലവറ തുറക്കരുത് എന്നാണ് ഇവിടെ ചിലർ പറയുന്നത്. എങ്ങനെ ശരിയാവും അത്? ക്ഷേത്രഭരണം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഉള്ളിലുള്ള സർവ്വസ്ഥലങ്ങളും അടിയും പൊടിയും ഒക്കെ നോക്കി വെടുപ്പാക്കി ഭംഗിയാക്കി നിർത്തണം. അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യണം. അവിടെ ഒരു കലവറയുണ്ടെങ്കിൽ ആ കലവറ നമ്മളല്ലാതെ ആരാ തുറക്കുക? ക്ഷേത്രം മനുഷ്യൻ നിർമ്മിച്ചതാണല്ലോ, കലവറയും മനുഷ്യൻ നിർമ്മിച്ചതാണല്ലോ. ഗർഭഗൃഹത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു, കലവറയിലോ സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ കലവറയിൽ സ്റ്റോർ ചെയ്തത് എന്താണെന്ന് അറിയണമോ വേണ്ടയോ? ക്ഷേത്രഭരണക്കാർക്ക് അറിയണം. അതറിയാൻ പുറപ്പെടുമ്പോൾ ഭക്തന്മാർ ഓടി വന്ന് പറയും, തുറക്കരുത്. എന്ത് തുറക്കരുത്? പിന്നെ അത് എന്തിനാ കലവറ? നിങ്ങളുടെ വീട്ടിലുള്ള കലവറ പൂട്ടിയിടുമോ അതോ സമയത്തിന് തുറക്കുമോ? അറയിൽ നെല്ലിട്ട് വയ്ക്കുന്നത് എന്തിനാ? ഒരു കൊല്ലം മുഴുവനും ചെലവിൽ നെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം കലവറ എന്ന് പറഞ്ഞാൽ ആ കലവറയിലുള്ള സാധനങ്ങൾ പിൻഗാമികളുടെ ഉപയോഗത്തിന് വേണ്ടി പൂർവികർ വെച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് അതിശയം തോന്നുന്നത് എന്താ?
പഞ്ഞം പഞ്ഞം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ. 1,00,000 കോടി സ്വർണവും വെള്ളിയും ബാക്കിയുള്ള സാധനങ്ങളുമായി ഈ ക്ഷേത്രാങ്കണത്തിൽ സംഭരിക്കാൻ അവിടെ എങ്ങനെ വന്നു? നമ്മുടെ ജനങ്ങൾ ഇത്രയ്ക്ക് പണക്കാരായിരുന്നു? ഇവിടെ പാലും തേനും നെയ്യും ഒഴുകിക്കൊണ്ടിരുന്നു എന്ന് നാം കേട്ടത് ഇത്രത്തോളം വാസ്തവമാണോ എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു നല്ല സത്യമാണ് അവിടെ നിന്ന് പുറപ്പെടുന്നത്. അതേസമയത്ത് എനിക്ക് പറയാനുള്ളത്, ഇത്രയും വിഭവങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടാണ് നാം ദേവസ്വത്തിന് കാശില്ല എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി എത്രയെല്ലാം കലവറകളുണ്ടോ ആ കലവറകൾ മുഴുവൻ തുറന്നു നോക്കി അതിന് ന്യായമായും ഭംഗിയായിട്ടുമുള്ള ഒരു നടപടിക്രമം നമുക്കുണ്ടാവണം. കയ്യിൽ വെണ്ണ വെച്ചിട്ട് നെയ്യിന് ഓടി നടക്കുക എന്ന് പറഞ്ഞതാ. വെണ്ണ കയ്യിലുണ്ട്, അത് ഉരിക്കുക നെയ്യായി. നാട് മുഴുവൻ നെയ്യിന് വേണ്ടി അന്വേഷിക്കുക. 1,00,000 കോടി വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഉപായപ്പെട്ടതാണോ? ഇത് മുഴുവനും വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം, വേണ്ടതുപോലെ ഭരിക്കണം. അതിൽ കളവോ ചതിയോ പാടില്ല. അപ്പോൾ എത്രത്തോളം ഭക്തിശാസ്ത്രങ്ങൾ ഇവിടെ ഗ്രന്ഥങ്ങളുണ്ടോ ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ പബ്ലിഷ് ചെയ്യിപ്പിക്കുക, ഭക്തജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ധർമ്മ സമ്മേളനങ്ങൾ നടത്തുക, അധ്യാത്മമായിരിക്കുന്ന സമ്മേളനങ്ങൾ വേണ്ടത്തോളം നടത്തുക, നമ്മുടെ ശാസ്ത്രത്തിനെ പറ്റി പുതിയതായ വീക്ഷണങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇവിടെ സാമ്പത്തിക സാമൂഹ്യ ഭരണത്തിന് വേണ്ടി ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും ഇവിടെ സാംസ്കാരിക മൂല്യം, തത്വമൂല്യങ്ങളൊന്ന് എപ്പോഴും അവശേഷിക്കുന്നു, നിലനിൽക്കുന്നു എന്ന് പറഞ്ഞ് ആ തത്വമൂല്യ സംവിധാനത്തിന് ഒരു തലത്തിലും അതിന് കോട്ടവും കുറവും വരാതെ ഒരു പ്രതിബദ്ധതയോടുകൂടി നിലനിർത്തുക. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഗുരുവായൂരിലും തിരുവിതാംകൂർ ദേവസ്വം, കൊച്ചി ദേവസ്വത്തിലും എത്ര ടൺ സ്വർണമാണ് കെട്ടിക്കിടക്കുന്നത്. ഇത് ഓരോ കൊല്ലവും വരുന്നത് ആ സ്വത്തിലേക്ക് ഇങ്ങനെ നിക്ഷേപിച്ച് കൂട്ടിച്ചേർക്കുന്നതല്ലാതെ എന്താ ആ സ്വർണത്തിനൊരാവശ്യം? ഭഗവാൻ ഒരു പൊടി സ്വർണ്ണം ആവശ്യമില്ല. എന്നാലും സ്വർണം ഇങ്ങനെ ശേഖരിച്ചു വയ്ക്കുക, മനുഷ്യരോ പട്ടിണി കിടക്കുക. അതേമാതിരിയുള്ള അനാസ്ഥയാണ്. നമ്മുടെ സൈലോസിലൊക്കെ ധാന്യങ്ങൾ കട്ട കൂടി കിടക്കണം. അവസാനം പട്ടിണി ഒരു ഭാഗത്ത്. ആ ഉള്ള അരി വെറുതെ അങ്ങോട്ട് കൊടുത്തൂടെ? പട്ടിണി തീർത്തൂടെ ജനങ്ങൾക്ക്? ഇവരാണ് നാട് ഭരിക്കുന്നത്. അപ്പോൾ ഭരണത്തിൻ്റെ ഉദ്ദേശം എന്താ? പട്ടിണി വരുത്തുന്നതോ? കയ്യിൽ അരി വെച്ചുകൊണ്ടും ഗോതമ്പ് വെച്ചുകൊണ്ടുമാണ് ഇവിടുത്തെ പട്ടിണി. അപ്പോൾ ഈ സമ്പ്രദായം ഒന്ന് മാറിക്കിട്ടണത് എപ്പോഴാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഭക്തിയിൽ എല്ലാ വിധത്തിലുള്ള ഉത്തരങ്ങളും ആൻസറുകളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ഞാൻ എന്തിനാ അത് പറഞ്ഞതെന്നറിയോ? നമ്മുടെ ദേവസന്നിധികളിൽ പല വിധത്തിലുള്ള ദുർഭരണങ്ങൾ ഉണ്ടാവാം, പല വിധത്തിലുള്ള കോട്ടവാട്ടങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ ഭക്തന് വിചാരിച്ച് ക്ഷേത്രത്തിൽ പോവാതിരിക്കാൻ പറ്റില്ല. ഭരണം വേണ്ടതുപോലെ ആവണം എന്നുള്ളതൊരു പ്രശ്നം. പക്ഷേ ഭക്തൻ അവിടെ ചെന്ന് ഭരണകാര്യമല്ല അന്വേഷിക്കുക, ഭക്തിയാണ് അന്വേഷിക്കുക. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? നാരായണ കൃഷ്ണ ഗോവിന്ദ മുരാരേ ഹരേ 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 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവും. അങ്ങനെ പറഞ്ഞ് മനുഷ്യൻ സങ്കീർത്യമാനോ ഭഗവാനനന്ത ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാ തമോർക്കോ അഭ്രമിവാതിവാദ. ക്ഷേത്രാങ്കണം അതിനുള്ള ഒരു അന്തരീക്ഷം ചമഞ്ഞു കൊടുക്കാനുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴേ നമുക്കിങ്ങനെ ജപിക്കാൻ തോന്നുള്ളൂ. വീട്ടിലിരുന്ന് ജപിച്ചാൽ ചിലപ്പോൾ ബാക്കിയുള്ളവർ പറയും ഇത്ര ഉറക്കപ്പാടില്ല എന്ന്, അല്ലെങ്കിൽ അയൽവക്കക്കാർ പറയും. ക്ഷേത്രത്തിലായാൽ അത് പറയാൻ പറ്റില്ല. അവിടെ ചെന്നിങ്ങനെ സങ്കീർത്തനം ചെയ്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ തന്നെ അകത്ത് പ്രവേശിച്ച് സൂര്യപ്രകാശം കൊണ്ട് എങ്ങനെയാണോ ഇരുട്ട് പെട്ടെന്ന് ടപ്പ് എന്ന് പോകുന്നത്, അതേമാതിരി നമ്മുടെ അശുദ്ധി മുഴുവനും തുടച്ചങ്ങോട്ട് മാറ്റും. ഇരുണ്ട മേഘങ്ങളെ കാറ്റ് വന്നടിച്ച് ചിന്നിച്ചതറിച്ച് മഴയും കറുപ്പും ഒന്നും ഇല്ലാതെ ആക്കുന്നത് പോലെയാണത്രേ നമ്മുടെ ഹൃദയം ശുദ്ധമാകുന്നത്. എങ്ങനെയാണെങ്കിൽ കലവറയില്ലാതെ സങ്കീർത്തനം ചെയ്യുമെങ്കിൽ, തത്വകഥനം കേൾക്കുമെങ്കിൽ, ശ്രദ്ധയോടുകൂടി കഥയല്ല തത്വകഥനം കേൾക്കുമെങ്കിൽ, സങ്കീർത്യമാനോ ഭഗവാനനന്ത ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാ തമോർക്കോ അഭ്രമിവാതിവാദ. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ള ഒരു ഭക്തി ഫോമുലയാണ്. പല ഭക്തന്മാരും ഇത് കോട്ട് ചെയ്യാറുണ്ട്. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ. വിഷയാൻ ധ്യായത ചിത്തം, ചിത്തം മനസ്സ്. വിഷയാൻ ധ്യായത ഈ ലോകവസ്തുക്കളെയും വിഷയങ്ങളെയും കുറിച്ച് ആലോചിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് വിഷയേഷു വിഷജ്യതേ. ഈ ലോക വിഷയങ്ങളിൽ അങ്ങോട്ട് ഒട്ടി മുങ്ങിപ്പോകുന്നു. അപ്പം മനസ്സ് എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നുവോ അതിൽ മുങ്ങിപ്പോവും, അതോടുകൂടി ഉറച്ചു ചേരും എന്നൊരു
നിയമം ഇവിടെ ഉണ്ടല്ലോ, ഒരു വ്യവസ്ഥ. അതേ തത്വം മറിച്ചും നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. മാം അനുസ്മരത ചിത്തം, എന്നെ സ്മരിക്കുന്ന ചിത്തമോ? ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല, സ്മരിക്കാനേ പറ്റുള്ളൂ. ലോകവസ്തുക്കളെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാം. അപ്പം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്ന ലോകവസ്തുക്കളെ പിന്നാലെ പോകുന്ന മനസ്സ്, ധ്യാനിക്കുന്ന മനസ്സ് ആ വിഷയങ്ങളിൽ മുങ്ങിപ്പോകുന്നത് പോലെ ഈശ്വരനെ സ്മരിക്കുന്ന മനസ്സ് ഈശ്വരനിലും ലയിച്ചങ്ങോട്ട് ചേരുന്നു. എവിടെ വ്യത്യാസം എന്താ നിങ്ങൾ പറയൂ? അപ്പം ഭഗവാനെ അകറ്റി നിർത്തുന്നത് ആരാ? നിങ്ങൾ തന്നെ, നിങ്ങൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരും. ഭഗവാന്റെ നാമങ്ങൾ പറയുന്ന സമയത്തും പെട്ടെന്ന് വരരുതേ, എൻ്റെ ഈശ്വര പെട്ടെന്ന് വരരുത് കേട്ടോ, ഞാനിതിന് തയ്യാറില്ലേ. മരുന്ന് പോലെ വന്നാൽ മതി, ഞാൻ വിളിക്കുമ്പോൾ വരിക, അല്ലാത്തപ്പോൾ പോവുക. പോലീസുകാരെ പോലെ വിളിച്ചാലേ വരാവൂ, മിലിറ്ററിക്കാരെ പോലെ വിളിച്ചാൽ വന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ തിന്ന് അവിടെ കൂടിക്കോളൂ, എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ്. അത് പറ്റില്ല. മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. അപ്പം ഈശ്വരനെ നല്ലപോലെ അനുസ്മരിച്ചാൽ നമ്മുടെ മനസ്സ് അതിൽ ലയിച്ചങ്ങോട്ട് പോവും. അപ്പം മനസ്സെങ്ങനെ ലോകവസ്തുക്കളിൽ ലയിക്കുന്നുവോ അതേമാതിരി ഈശ്വരനിലും ലയിക്കാൻ സാധിക്കും. ലോകവസ്തുക്കൾ പ്രത്യക്ഷമാണ്, ഈശ്വരൻ അപ്രത്യക്ഷനാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതിനാണല്ലോ ഈ ഭാഗവതാദി, രാമായണാദി, ഉപനിഷദാദി, ബ്രഹ്മസൂത്രാദി ഇങ്ങനെയുള്ള ഓരോ ശാസ്ത്രങ്ങൾ എന്തിനാ? ഈ കാണാൻ പറ്റാത്ത ഈശ്വരനെ കാണുന്നതിനേക്കാൾ ഭേഷായി, ശക്തമായി, പ്രതിഫലന രചകമായി വിവരിക്കാനാണ്. അപ്പം അത് കേട്ട് നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് അനുസ്മരണം നല്ല പോലെ ഉണ്ടാവട്ടെ. ഇവിടെ ചിലരൊക്കെ എന്നെ കാണാൻ വരുന്നുണ്ടല്ലോ, അതിൽ ഇന്നാൾ വന്നിട്ട് പറയുകയാണ്, സ്വാമിജി 5 വയസ്സായ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് മുക്തി സുധാകരൻ കേൾക്കുന്നു എന്നാണ് പറയുന്നത്. 5 വയസ്സായ കുട്ടി. ചില ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ചും അതിലൊരു കുട്ടി പറയുകയാണത്രേ, സ്വാമിജി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ടല്ലോ, പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന്. അതാണ് അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടം. 5 വയസ്സായ കുട്ടിക്ക് ഇഷ്ടം അതാണത്രേ. അപ്പം 5 വയസ്സായ കുട്ടിക്ക് അത് എങ്ങനെ കേൾക്കണം എന്ന് തോന്നുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊന്ന് വിചാരിക്കരുത് ഈ മനസ്സ് ലോകത്തിൽ മാത്രം മുങ്ങിപ്പോകാനുള്ളതാണ്. ലോകത്തിൽ മുങ്ങിപ്പോകുന്നത് പോലെ തുടർച്ചയായിട്ട് ഭാഗവതം വായിക്കൂ, പറയുന്നിടത്ത് ചെല്ലൂ, കേൾക്കൂ, തത്വപ്രവചനം ശ്രവിക്കൂ, വായിക്കൂ, പഠിക്കൂ, ഗ്രഹിക്കൂ. കുറച്ച് കഴിഞ്ഞാൽ ഇതേ മനസ്സ്, ലോകത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന മനസ്സ് ഈശ്വര സ്മരണയിൽ മുങ്ങിപ്പൊങ്ങി വിഹരിച്ചു തുടങ്ങും. വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. തസ്മാത് അസദഭിധ്യാനം യഥാ സ്വപ്നമനോരഥം ഹിത്വാ മയി സമാധസ്വ മനോ മദ്ഭാവഭാവിതം. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത്? കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുക. അപ്പോൾ എവിടെയാ തിരിച്ചു വന്നിരിക്കണത്? തസ്മാത് അസദഭിധ്യാനം യഥാ സ്വപ്നമനോരഥം ഹിത്വാ. ഇതാണ് ഭാഗവതത്തിൻ്റെ കാതല്. അതുകൊണ്ട് എന്തു വേണം? ഈ ലോകത്തിൽ ജീവിച്ച് ഇതിൽ തിന്ന് ഇതിൽ കുടിച്ച് ഇതിൽ കളിച്ച് ഒരു മതി വരുന്ന നിങ്ങൾ വിചാരിക്കരുത്. മനുഷ്യനെ കുഴക്കാനുള്ളതാണ്. താപത്രയം നിങ്ങളെ പൊതിയും. ഏത് കൊമ്പനും ഏത് വമ്പനും ഇവിടെ താപത്രയമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ് ഭാഗവതം. ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം. ഈ ലോകം സദാ രചിക്കുന്നതായ 3 വിധ താപങ്ങളുണ്ടല്ലോ, ആ താപത്രയത്തെ ഉന്മൂലനം ചെയ്യാൻ വാസ്തവം അറിയുന്നത് മാത്രമേ വഴിയുള്ളൂ. വാസ്തവം എന്ന് പറയുന്നതാണ് ഈശ്വരൻ. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് എന്താ? അസദഭിധ്യാനം. ഇത് അസത്താണ്, സത്തല്ല. സത്തിൻ്റെ ലക്ഷണം ലോകത്തിൽ ഇല്ല. ഇതിൻ്റെ പരിവർത്തനം തന്നെ നാശസൂചകമാണ്. ഒരു സ്ഥിതി ഇല്ലാതെയാവുമ്പോൾ വേറെ ഒന്ന് വരുമ്പോഴാണല്ലോ പരിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിവർത്തനത്തിൽ നിലനിൽക്കുന്നത് ഇല്ലാതെയായി പുതിയതൊന്ന് ആവിഷ്കരിച്ച് വരികയാണ് അവിടെ. അപ്പം നാശമാണ് പരിവർത്തനം, പുതിയ ജനനമാണ് പരിവർത്തനം. അങ്ങനെ പരിവർത്തന സ്വരൂപമായിരിക്കുന്ന ഈ ലോകത്തിൽ എല്ലാം തന്നെ അസത്താണ്. അസത്ത് എന്ന് പറയുന്ന ഈ ലോകം യഥാ സ്വപ്ന മനോരഥം. ഏതുപോലെ? സ്വപ്നം പോലെ. കിടന്നുറങ്ങിയത് സത്യമാണ്, ഉറക്കം നിങ്ങൾക്കുണ്ടായിരുന്നു, ഉറങ്ങുന്നവൻ അവിടെയുണ്ട്. പെട്ടെന്ന് ആൾ സ്വപ്നം കാണുന്നു. സ്വപ്നം കാണുന്നവൻ, ഉറങ്ങിയവൻ, ഉണർന്നെഴുന്നേൽക്കുന്നവൻ, ഇത് 3ഉം ഒന്നാണ്. മനസ്സിൽ രചിച്ച രചന മുഴുവനോ അതാണ് അസത്ത്. അതുപോലെ മനോരഥം, ദിവാസ്വപ്നം, അതും അസത്താണ്.
അതുപോലെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്ന ഈ ലോകവും അസദഭിധ്യാനം ഹിത്വാ. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്, നിങ്ങളുടെ കുടി, നിങ്ങൾക്കുള്ള വസ്തു, നിങ്ങൾക്കുള്ള വിഭവങ്ങൾ, ഉദ്യോഗം, നേട്ടം എല്ലാം തന്നെ അസത്താണ്. ത്രികാലങ്ങളിലും നിലനിൽക്കുന്നതല്ല. അല്ല അല്ല പരമാർത്ഥം എന്ന് പറയാൻ അതിനെ പറ്റില്ല. വാസ്തവം എന്ന് പറയാൻ പറ്റില്ല. അത് പരിവർത്തനത്തിനും നാശത്തിനും വിധേയമാണ്. നമ്മുടെ ഭൂമി, സൂര്യചന്ദ്രാദി ഗോളങ്ങളടക്കം പരിവർത്തനത്തിന് വിധേയമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സൂര്യൻ തണുക്കുന്ന ഒരു കാലമുണ്ട്. ചൂട് വിസർജിക്കാൻ പറ്റാത്തൊരു കാലം വരും. ഭൂമിയിൽ അധിവാസം സാധ്യമല്ലാത്തൊരു കാലം സമീപത്തിൽ തന്നെ വന്നേക്കാം. എന്നുവെച്ചാൽ 2, 3, 4 വർഷത്തിനുള്ളിലല്ല. ഈ നൂറ്റാണ്ട് അവസാനിക്കുന്നതോടുകൂടി കാര്യങ്ങൾക്ക് പ്രതിവിധി ഉണ്ടായില്ലെങ്കിൽ ഈ ഭൂമിയുടെ തലം മനുഷ്യാധിവാസത്തിന് പറ്റാത്തതായിത്തീരും. അത്ര ചൂട് കൂടും ഇവിടെ. അപ്പോൾ ആരും വിചാരിക്കരുത് ഇത് സത്താണെന്ന്. ഇത് അസത്ത് മാത്രമാണ്. അതിനെ വിട്ട് ഹിത്വാ, അതിനെ വിടാനുള്ള ശക്തി എങ്ങനെ വരും? ഇത് അസത്താണെന്ന് മനസ്സിലാക്കുമ്പോൾ. ഭംഗിയുള്ള ശരീരവും നശ്വരമാണ്. അഴകുള്ളവളും നശിക്കുന്ന ശരീരത്തോടു കൂടിയവളാണ്. കുന്നോളം നമ്മുടെ കയ്യിൽ സാധനമുണ്ടെങ്കിലും അതും നശിക്കും. അങ്ങനെ അസത്തായിരിക്കുന്ന ഇതിനെ സ്വപ്നം പോലെയും മനോരഥം പോലെയും കണക്കാക്കി ഹിത്വ മൈ സമാധസ്വ മനോ മദ്ഭാവഭാവിതം. മനസ്സിനെ എന്നിൽ സമാധസ്വ, സമാധാനം ചെയ്യൂ, എന്നിൽ മാത്രം പതിപ്പിക്കൂ. ഈ ലോകത്തിൽ മനുഷ്യജന്മം കിട്ടിയിട്ടുള്ളത് ഈശ്വരനിൽ മനസ്സിനെ പതിപ്പിക്കാനാണ്. ചഞ്ചല വസ്തുക്കളിൽ, ക്ഷണിക വസ്തുക്കളിൽ, നശ്വര വസ്തുക്കളിൽ പതിപ്പിക്കാനല്ല, ഈശ്വരനിൽ പതിപ്പിക്കാനാണ്. ആ ഈശ്വരനിൽ സമാധാനം ചെയ്യൂ. മദ്ഭാവഭാവിതം. എങ്ങനെയാണ് ഈ സമാധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ചിരട്ടയെടുത്ത് ഒരു പാറപ്പുറത്ത് കൗത്തുന്ന പോലെ കൗത്താനാ പറയുന്നത്? അല്ല. മദ്ഭാവഭാവിതം. ഈശ്വരനെക്കുറിച്ച് ഭാവന ചെയ്തുകൊണ്ട്, മനനം ചെയ്തുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട്, ആലോചിച്ചുകൊണ്ട് അനന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവനും നിൽക്കുന്നത് ആരുടെ ചുമലിലോ മടിയിലോ ആണ്. ഇതിനെ മുഴുവൻ താങ്ങി നിർത്തുന്ന പ്രഭാവം പുറത്താവില്ല, അകത്തേ ആവുള്ളൂ. എങ്ങനെയാണത് എന്ന് ആലോചിക്കൂ. ഭഗവത്ഗീതയിൽ വിശ്വരൂപത്തിനെ പറ്റി വർണ്ണിക്കുന്ന സമയത്ത് ഞാൻ വിശ്വരൂപിയാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിന് മുൻപ് പറയുകയാണ് കൃഷ്ണൻ. അതിലാദ്യം പറയുന്ന ശ്ലോകമാണ് അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിതാ. ഈ ഒരു ശ്ലോകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാ. 10ാം അധ്യായത്തിലുള്ളതാണ് ഭഗവത്ഗീതയിൽ. അഹം സർവസ്യ പ്രഭവോ, ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവമാണ്, ഉത്പത്തി സ്ഥാനമാണ്, ഉത്പത്തിയാണ്. മത്തഹ, എന്നിൽ നിന്നാണ്. സർവം പ്രവർത്തതേ, എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഉപാസിക്കുന്ന ഈശ്വരൻ, ആരുടെ നാമം ജപിക്കുന്നുവോ ആ ഈശ്വരൻ, ആരെ സ്തുതിക്കുന്നുവോ ആ സ്തുതിക്ക് പാത്രമായിട്ടുള്ളവൻ, ആ ആളെങ്ങനെയാ? സർവസ്യ പ്രഭവ. ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിന് മുഴുവനും ഉത്പത്തി സ്ഥാനമാണ് ഞാൻ. വെറും ഉത്പത്തി സ്ഥാനം മാത്രമാണോ? ഒരു കുംഭാരൻ മൺപാത്രം ഉണ്ടാക്കി, മണ്ണിൽ നിന്ന്. മണ്ണ് കുംഭാരനല്ല, എവിടുന്നോ കിട്ടിയതാ. അത് മൂശയിലൊക്കെ വച്ച് അതിനെ ഒരു കലമാക്കി അല്ലെങ്കിൽ ഒരു പാത്രമാക്കി അവിടെ വച്ചു. വയ്ക്കുന്നതോ ഭൂമിയിലാണ്, കുംഭാരൻ നിൽക്കുന്നതോ സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ എത്ര വസ്തുക്കളുണ്ട്? ഭൂമി, കുംഭാരൻ, മണ്ണ്, ഉണ്ടാക്കിയിട്ടുള്ള പാത്രം, 4ആയി. കുംഭാരനും ഈ 3 തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒക്കെ അകന്നകന്നല്ലേ ഇരിക്കണത്. ഭഗവാൻ അങ്ങനെയാണോ? അല്ല. മത്തഹ സർവം പ്രവർത്തതേ, എല്ലാറ്റിനെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഉള്ളിൽ ഞാൻ അങ്ങനെ ലയിച്ച് അലിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഉത്പത്തിയായി എന്നിൽ നിന്ന് വേറിട്ടിട്ടില്ല. ഉത്പത്തിയായതിനു ശേഷം അതിന് മുൻപിൽ എങ്ങനെയോ എന്നോടുകൂടി ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ വിശേഷപ്പെട്ട ഒരു ഭാവമാണ് എനിക്ക് എന്നിങ്ങനെ ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിതാ. ഇങ്ങനെ മനനം ചെയ്ത് ആലോചിച്ച് ഭാവസമന്വിതരായി അവർ കഴിഞ്ഞുകൂടുന്നു. അവരുടെ മുൻപിൽ ഒരു മണിയടിക്കാൻ മണിയില്ല, പുഷ്പമില്ല, ജലപാത്രമില്ല, ബിംബമില്ല, പാലില്ല, ദർഭപ്പുല്ലില്ല, ഒന്നുമില്ല. അവരെങ്ങനെയാ ഈശ്വരയുക്തന്മാരാകുന്നത്? ഭാവസമന്വിതന്മാരായി. ആ ഭാവസമന്വിതത്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭാവന ചെയ്യുന്നത് മനസ്സാണ്, ആലോചിക്കുന്നത് ബുദ്ധിയാണ്. അങ്ങനെ ഭാവനയിലും ആലോചനയിലും ഈശ്വരൻ്റെ പരിമാണം, അളവെത്രയുണ്ട്? ആ ഈശ്വരൻ എങ്ങനെയാ എല്ലാറ്റിൻ്റെയും ഉത്പത്തി സ്ഥാനമായത്?
എങ്ങനെയാ എല്ലാറ്റിനെയും പ്രവർത്തിപ്പിക്കുന്നത്? പ്രവർത്തിപ്പിക്കാനായി അദ്ദേഹം പുറത്തോ അകത്തോ വല്ല കമ്പി സന്ദേശമോ ടെലിഗ്രാഫിക് മെസ്സേജോ ടെലിഫോണിക് സന്ദേശമോ കൊടുത്തിട്ടാണോ ഭരിക്കുന്നത്? ഇപ്പം നാവ് ഇങ്ങനെ അനങ്ങണു, ശബ്ദങ്ങൾ ഇങ്ങനെ പുറത്തു വരണു. ഈശ്വരനാണ് ഈ പ്രവർത്തിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ നാവിനെ അനക്കാനും ആശയങ്ങൾ ജ്യോതിപ്പിക്കാനുമുള്ള ശബ്ദങ്ങൾ വരുത്താനും ഈശ്വരൻ പുറത്തിരിക്കണോ അകത്തിരിക്കണോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? വായിൽ നിന്നിങ്ങനെ സംസാരം പുറത്തു വരണമെങ്കിൽ ആ നാവിനെ പ്രവർത്തിപ്പിക്കണമല്ലോ, തലച്ചോറിനെയും പ്രവർത്തിപ്പിക്കണമല്ലോ. ആശയങ്ങൾ ഇവിടെ രൂപീകൃതമാണ്, ഇവിടെ രൂപീകരിക്കുന്നു. അതിങ്ങനെ നാവിലേക്ക് വരണം. നാഭീപ്രദേശത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ചെന്ന് ഇവിടുന്ന് മേപ്പെട്ട് വന്ന് ഇങ്ങനെ പുറത്തേക്ക് വരാൻ ഒരു പ്രവർത്തനം, ഒരു പ്രേരണ. ആ പ്രേരിപ്പിക്കുന്നത് ആരാ? ആ സാന്നിധ്യം അകത്തോ പുറത്തോ? ഇനി സംശയമുണ്ടോ നിങ്ങൾക്ക്? ജ്യോത്സ്യൻ്റെ അടുത്ത് പോകണം, അകത്താണത്. അങ്ങനെ എല്ലാ പ്രവൃത്തികളും ഒരു അണുവിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യണു, ഭ്രമണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുമുണ്ട് ഈശ്വരൻ. പർവ്വതത്തിലുമുണ്ട്, പുഴയിലുമുണ്ട്, പ്രകാശകിരണങ്ങളിലുണ്ട്, ശബ്ദപ്രസരണത്തിലുണ്ട്. എല്ലാ ദിക്കിലും ഒരുപോലെ പ്രസരിച്ചിരിക്കുന്നവനാണ് ഞാൻ, എല്ലാറ്റിൻ്റെയും ഉത്പത്തി സ്ഥാനവുമാണ് ഞാൻ എന്നിങ്ങനെ ആലോചിച്ച് അതിലിങ്ങനെ മകിഴ്ന്നുകൊണ്ടിരിക്കും. ഇതി മത്വാ ഭജന്തേ മാം ബുധ ഭാവസമന്വിതാഹ. ഇത് ആർക്ക് സാധിക്കും? ബുധന്മാർക്ക്. ആരാ ബുധന്മാർ? വിവേകമുള്ളവർ. ആദ്യകാലത്ത് നാം ക്ഷേത്രത്തിൽ ചെല്ലും, പ്രദക്ഷിണം വയ്ക്കും, തൊഴും, നമസ്കരിക്കും, പ്രസാദം തൊടും, മടങ്ങിപ്പോരും, വഴിപാട് കഴിക്കും. ഇതൊക്കെ നടന്നോട്ടെ, ആദ്യപടികൾ. എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ആലോചിച്ചേ തീരുള്ളൂ, ഞാൻ ഈ ഉപാസിക്കുന്ന ദൈവം എങ്ങനത്തവനാണ്, എവിടെയാണ്? അദ്ദേഹം ക്ഷേത്രത്തിൽ മാത്രമാണോ, ശ്രീകോവിലിൽ മാത്രമാണോ, അതോ സർവവ്യാപിയോ? സർവവ്യാപിയാണെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന കാറ്റിലില്ലേ, നടക്കുന്ന ഭൂമിയിലില്ലേ, പ്രകാശകിരണങ്ങളിലില്ലേ, സൂര്യൻ്റെ ചന്ദ്രശീതള കിരണങ്ങളിലില്ലേ? ഉണ്ടല്ലോ. എന്നാലും ഞാൻ അവിടെ ഒന്നും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ തെരഞ്ഞെടുത്ത ഒരു ബിംബത്തിലോ പടത്തിലോ മാത്രം ചിന്തിക്കുന്നത് എൻ്റെ സങ്കുചിതത്വമോ അതോ വിശാലതയോ? ഇതാണ് നിങ്ങൾക്ക് മറുപടി പറയാനുള്ള ചോദ്യമാണിത്. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഃ ഭാവസമന്വിതാഃ. അപ്പം ഭാവസമന്വിതത്വമാണ് അറിവുള്ളവർക്ക്. അവരാണ് ഈ ഭാഗവതമൊക്കെ വായിക്കുക. അപ്പം നിങ്ങൾ ഭാഗവതം വായിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ആലോചിക്കേണ്ട. ക്ഷേത്രത്തിൽ ഓടിപ്പോയിക്കൊള്ളണമെന്നില്ല. പോയിരുന്നു, ആ കാലം കഴിഞ്ഞു. 1-ാം ക്ലാസ്സിലായിരുന്നു നമ്മൾ. ഇപ്പം ഇരിക്കുന്നിടത്തിരുന്ന് ഭാഗവതം വായിക്കും. അതും പ്രത്യേകിച്ച് ഏകാദശം മുക്തിസ്കന്ധം, മുക്തി വിതരണം ചെയ്യുന്ന സ്കന്ധം, മുക്തി പ്രതിപാദിക്കുന്ന സ്കന്ധം, മുക്തിയെ പ്രകാശിപ്പിക്കുന്ന സ്കന്ധം. എവിടെയാണ് ഈ മുക്തി? നിങ്ങളുടെ ഉള്ളിൽ. ആരാണത് അനുഭവിക്കുക? മനസ്സും ബുദ്ധിയും. അതെങ്ങനെ? ഇങ്ങനെ. തസ്മാത് അസദഭിധ്യാനം യഥാസ്വപ്ന മനോരഥം ഹിത്വാ മയി സമാധസ്വ മനോ മദ്ഭാവഭാവിതം മനഃ മയി സമാധസ്വ. എൻ്റെ ഭാവന കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ മനസ്സിനെ എന്നിൽ തന്നെ നിങ്ങൾ സമാധാനം ചെയ്യൂ. എങ്ങനെ? അസത്തായ ഈ ലോകത്തെ വിട്ട് ഉപേക്ഷിച്ച് ത്യജിച്ച്. അപ്പം ഈ 2 കാര്യമില്ലാതെ പറ്റില്ല. ഇതുവരെയൊക്കെ കൃഷ്ണൻ പറഞ്ഞത് ശരിയാ. അവസാനം കാര്യത്തിൻ്റെ അവിടെ വരുമ്പോൾ പറയുകയാണ്, ഇതാണ് ഇവിടെ ഒരു ത്യാഗമില്ലാതെ പറ്റില്ല, ഒരു ഉപേക്ഷയില്ലാതെ പറ്റില്ല. കാര്യം നമ്മൾ ജനിച്ചു, അമ്മിഞ്ഞ കുടിച്ചു, അമ്മയിൽ നിന്ന് ഒക്കെ ചെയ്തു, വളർന്നു. ഒരു പക്ഷേ കല്യാണവും കഴിച്ചു, കുട്ടികളുമായി, പണം സമ്പാദിച്ചു, ഉദ്യോഗത്തിന് പോയി, വീട് കെട്ടി, ഒക്കെ ശരി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പിടിക്കാനോ ഗ്രഹിക്കാനോ അതോ വിടാനോ? ഒക്കെ വിടാനുള്ളതാ. ഇവിടെ ഗ്രഹിക്കാനുള്ളത് ഒന്നുമില്ല. അരയിലുള്ള അരഞ്ഞാണ് വരെ വില പിടിച്ചതാണെങ്കിൽ അത് അഴിച്ചു കൊണ്ടുപോകും എല്ലാവരും. ഒക്കെ വിട്ടിട്ട് പോകാനുള്ളതാ. ആ പാഠം, ആ സത്യം, ആ മൂല്യം മുൻപ് തന്നെ ഗ്രഹിച്ചോളൂ. അസത്താണ് ഇത് മുഴുവനെന്ന് വിലയിരുത്തിക്കോളൂ. ഇത് ബുദ്ധിയുടെ വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൽ കളങ്കം വരരുത്. സത്തോ അസത്തോ എന്ന് ചോദിച്ചാൽ അസത്ത് എന്ന് തന്നെ തെളിയിച്ച് പറയണം നിങ്ങൾ. അതിൽ മടി പാടില്ല. ഇതാണ് നമുക്ക് ആവശ്യം. തസ്മാത് അസദഭിധ്യാനം യഥാസ്വപ്ന മനോരഥം ഹിത്വാ മയി സമാധസ്വ മനോ മദ്ഭാവഭാവിതം
സ്ത്രീണാം സ്ത്രീസംഗിനാം സംഗം ത്യക്വാ ദൂരതാത്മവാൻ ക്ഷേമേ വിവിക്താസീന ചിന്തയേൻ മാം അതന്ത്രിതഃ. കുറേശ്ശെയായിട്ട് കൃഷ്ണൻ ആ ഭക്തിയിൽ പടിപ്പടിയായി എന്തു വേണം എന്നുള്ളത് പറയുക. ആദ്യം ഭക്തി ഒരു സമ്പർക്കാത്മകമാണ്. എന്താ ഈ സമ്പർക്കാത്മകം എന്ന് പറഞ്ഞ്? ഒരു ബിംബമോ ഒരു പടമോ ഒരു ക്ഷേത്രമോ ഒക്കെ മാധ്യമമായി നാം കൊണ്ടു നടത്തുന്നതാണ്. അത് കഴിഞ്ഞാലോ അതിൽ നിന്നുള്ള ആ ബാഹ്യ ആലംബങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് നാം ഒരിടത്ത് ഇരുന്ന് തന്നിൽ മാത്രമാക്കി തീർക്കണം നമ്മുടെ ഭക്തി അഭ്യാസം. അതിന് തടസ്സം നിൽക്കുന്നത് എന്താ? അതൊക്കെ ഈ ലോകകാര്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി പറയുക. കൃഷ്ണൻ ഇത് എന്തിനാ ഇവിടെ കൊണ്ട് ചെലുത്തിയത്? അദ്ദേഹത്തിന് വയസ്സ് 125. ഉദ്ധവനും ആനുപാതികമായി വയസ്സായി. രണ്ടുപേരും ലോകം വിട്ടു പോവുകയാണ്. അപ്പം ഈ ഇടയിൽ ഈ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത് എന്തിനാന്ന് എനിക്കറിയില്ല. ഒന്നിലോ കൃഷ്ണൻ തന്നെ പറയട്ടെ, അല്ലെങ്കിൽ വേദവ്യാസർ തന്നെ പറയട്ടെ. ഭാഗവതം എല്ലാവർക്കും കൂടി വേണ്ടതാണല്ലോ. അപ്പോൾ എല്ലാവരിലും അങ്ങോട്ട് ഒളിഞ്ഞു കിടക്കുന്ന ഒന്നാണ് ഈ ലൈംഗികമായിരിക്കുന്ന ഒരു പ്രസക്തി, മോഹം. അതെപ്പോഴും വയസ്സായവർക്കത് മനസ്സിൽ നിന്ന് പൊയ്ക്കൊള്ളുന്നില്ല. അതിന് പ്രത്യേകമായ ഒരു വിവേക പരിശ്രമം തന്നെ വേണം. ഞാൻ ചിലയൊക്കെ അറിയും, സന്യാസിമാരാണല്ലോ, ഞങ്ങളോട് പലതും പറയില്ലേ, 80-85 വയസ്സായവർക്ക് പോലും ശരീരത്തിൽ യുവത്വത്തിൻ്റെ കണിക പോലും ബാക്കിയില്ലെങ്കിലും മനസ്സിലെ ഈ കാമദീപ്തി ശമിക്കാതെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വയസ്സായതുകൊണ്ട് പോയി എന്ന് ആരും വിചാരിക്കേണ്ട. പോകാനുള്ള പരിശ്രമം ചെറുപ്പത്തിലേ അഭ്യസിക്കണം. സാധാരണ നിലയ്ക്ക് വിവാഹം കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ. 2-3 കുട്ടികൾ ഉണ്ടാവുന്നതിന് മുൻപ് വളരെയധികം മാറ്റം നിങ്ങളുടെ ലൈംഗിക ആസക്തിയിൽ വരണം. അതിന് മനസ്സുകൊണ്ടും വിവേകം കൊണ്ടും പരിശ്രമിക്കണം. സാധാരണ പറയും ശ്രീമദ് ഭാഗവതത്തിൽ രാസപഞ്ചാധ്യായി എന്ന് പറഞ്ഞ 5 അധ്യായങ്ങളുണ്ട്. രാസലീല വിവരിക്കുന്നതാണ്. ആ 5 അധ്യായങ്ങൾ മുഴുവനും ഈ രാസലീല സംഭവങ്ങളാണ്, ശൃംഗാരങ്ങളാണ്. പക്ഷെ ഒക്കെ ഈശ്വരനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. വല്ലോരുടെ രാസലീലയല്ല നമ്മൾ വായിക്കുന്നത്, ഭഗവാന്റെയാണ്, കൃഷ്ണൻ്റെയാണ്. അപ്പോൾ കൃഷ്ണൻ ആരാന്നുള്ളത് അതിന് മുൻപും പിൻപും പറഞ്ഞിട്ടുണ്ടല്ലോ, കൃഷ്ണ പരമാത്മാവിനെ പറ്റി. അപ്പോൾ ആ രാസലീല ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഈ കാമവൃത്തികളൊക്കെ കുറേശ്ശെ ഉണ്ടായി ഭഗവാൻ ഭക്തി. ആ ഗോപികമാർ പറയുന്നത്, കൃഷ്ണൻ മറുപടി പറയുന്നത്, സ്നേഹത്തെ വിവരിക്കുന്നത്, എത്ര തരം സ്നേഹമുണ്ടെന്ന് ചിത്രീകരിക്കുന്നത്, നിങ്ങളോട് എനിക്കെന്ന് തോന്നുന്ന സ്നേഹം ഇതിലൊന്നും പെട്ടതല്ല എന്ന് പറയുന്നത്, ഇങ്ങനെ പല ഭാവങ്ങളും ഉണ്ടല്ലോ. അതിൽ കൃഷ്ണൻ അവർ വിട്ട് മധുരയ്ക്ക് പോയി, പിന്നെ തിരിച്ചു വന്നതേയില്ല. ഒരു സന്ദേശം കൊടുത്തയച്ചു, നിങ്ങൾ എന്നെ ഉള്ളിൽ കണ്ടോളൂ. ഉള്ളിൽ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് ശാരീരിക സാമീപ്യം തന്ന് ഉടനെ അവിടെ നിങ്ങളുടെ ഒളിഞ്ഞ പോലെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ തമ്മിൽ പുറത്ത് കാണാൻ പോകുന്നില്ല, കണ്ടത് പ്രഭാസ തീർത്ഥത്തിലാണ്. അതുകൊണ്ട് ഉള്ളിൽ മാത്രം അന്വേഷിച്ചാൽ മതി. ഇതൊക്കെ വേറെ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഭർത്താവ് ഭാര്യമാർ അതിലിങ്ങനെ ഇടപെട്ട കുറച്ച് കഴിഞ്ഞാൽ ഈ കാമവൃത്തികൾ മുഴുവനും ഉപശമിക്കും സാഫല്യത്തോടുകൂടി. അത് പരിശ്രമിക്കാൻ, ഭംഗിയായിട്ട് കളങ്കമില്ലാതെ ജീവിക്കണം. ഭർതൃഹരി പറഞ്ഞതുപോലെ എന്താ? വാഞ്ചാ സജ്ജന സംഗമേ പരഗുണേ പ്രീതിർഗുരൗ നമ്രത വിദ്യായാം വ്യസനം സ്വയോഷിതിരതി ലോകാപവാദാത് ഭയം. എന്താ അതിനർത്ഥം? നല്ല മനുഷ്യരുടെ ഗുണങ്ങൾ വിവരിക്കുക അദ്ദേഹം. ഈ ശ്ലോകം ഞാൻ മുഴുവനും ഇപ്പോൾ പറയുന്നില്ല. വാഞ്ചാ സജ്ജന സംഗമേ പരഗുണേ പ്രീതിർ ഗുരൗ നമ്രത. സജ്ജന സംഗമത്തിൽ വാഞ്ച വേണം, ഗുരുവിൽ പ്രീതി വേണം, പരഗുണങ്ങളിൽ സന്തോഷം വേണം. അവസാനം വിദ്യായാം വ്യസനം, പഠിക്കുന്നതിൽ അതീവ താല്പര്യം വേണം. സ്വയോഷിതി രതി, നിങ്ങൾക്ക് രതി എത്ര വേണമെങ്കിലും ആവാം, പക്ഷേ സ്വയോഷിതി, കല്യാണം കഴിച്ച ഭാര്യ ധർമ്മപത്നിയിൽ മാത്രം. ഇതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, പക്ഷേ മനസ്സ് ശുദ്ധമാവണം. 60 വയസ്സായി 65 വയസ്സായി, പിന്നെ ഉള്ളിൽ നോക്കുമ്പോൾ കാമവൃത്തി പോയിട്ടില്ല, ഇപ്പോഴും ആശ ബാക്കിയ എന്നൊരു ഗതികേട് വരരുത് കേട്ടോ. അത് വരാതെ ഇരിക്കാനാണ് ശ്രീമദ് ഭാഗവതം അഭ്യസിപ്പിക്കുന്നത്. രാസപഞ്ചാധ്യായി വായിച്ചോളൂ. വിവാഹം കഴിച്ചവരെ, കഴിക്കാത്തവരല്ല. നീ പൊല്ലാപ്പുണ്ടാക്കണ്ടപ്പ. സ്ത്രീണാം സ്ത്രീസംഗിനാം സംഗം ത്യക്വാ ദൂരതാത്മവാൻ ക്ഷേമേ വിവിക്താസീന ചിന്തയേൻ മാം അതന്ത്രിതഃ. ഒരു മടിയും കൂടാതെ, ആലസ്യവും കൂടാതെ, ചൊടി കുറയാതെ, ചിന്തയേൻ മാം, എന്നെ ചിന്തിക്കണം, എന്നെ സ്മരിക്കണം. എങ്ങനെ? സ്ത്രീണാം സ്ത്രീസംഗിനാം സംഗം
തെക്വാ ദൂരത ആത്മവാൻ. സ്ത്രീണാം, സ്ത്രീകളുടെ, സ്ത്രീ സംഖ്യനാം. ഇനി സ്ത്രീ സംഘം ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, അവരുടെയും കൂടെ നിങ്ങൾ ഇരിക്കരുത്, സ്ത്രീകളുടെയും കൂടെ വേണ്ട. സ്ത്രീനാം സ്ത്രീ സംഖ്യനാം സംഘം, അവരോടുള്ള സംഘം. നമ്മളൊക്കെ ജീവിക്കുന്നത് കുടുംബത്താണ്. ആ കുടുംബത്ത് മിനിമം അമ്മയും അച്ഛനും ഉണ്ടാവും, സഹോദരനും സഹോദരിയും ഉണ്ടാവും. അവർക്ക് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിച്ച വധൂവരന്മാർ അവരും ഉണ്ടാവും. അപ്പം നമ്മളൊക്കെ സ്ത്രീകളില്ലാതെ ജനിച്ചവരാണെന്ന് വിചാരിക്കരുത്. സ്ത്രീകളോട് കൂടി തന്നെയാണ് നമ്മൾ ജീവിക്കണത്, അതിലൊരു കുഴപ്പമില്ല. അത് പറഞ്ഞിട്ട് അമ്മ, സഹോദരി, മകള് ഇങ്ങനെയുള്ളവരോട് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ളൊരു വിചാരം മനസ്സിൽ വരില്ലല്ലോ. അതുമാതിരി മനസ്സിനെ ശുദ്ധമാക്കി മെരുക്കിയെടുക്കണം. അതിനെന്തു വേണമെങ്കിൽ ചെയ്തോളൂ, പക്ഷേ മനഃപൂർവ്വം ഒരു പ്രയത്നം ഉള്ളിൽ ചെയ്യാതെ പറ്റില്ല. അപ്പം സ്ത്രീകളോടും സ്ത്രീ സംഖ്യകളോടുമുള്ള സംഘം വിട്ട് ദൂരത ആത്മവാൻ, ഒഴിഞ്ഞങ്ങോട്ട് ഇരിക്കണം. എപ്പോൾ നോക്കിയാലും സ്ത്രീകളുടെ കാര്യം പറയുക, കാമലംബടത മാത്രം പ്രകടമാക്കുക, അതേമാതിരിയുള്ള കാമസാഹിത്യം വായിക്കുക. ഇങ്ങനെയുള്ളവരോടൊന്നും ബന്ധം പുലർത്തണ്ട, അകന്നു നിന്നോളൂ. നിങ്ങൾക്കൊരമ്മയുണ്ടായിരുന്നു, കല്യാണം കഴിച്ചൊരു ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, പെൺമക്കളും ഉണ്ട്, മതി. വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട. നല്ല മനുഷ്യരുണ്ടോ, പൊക്കോളൂ. ആ നന്മയൊക്കെ മുഖത്ത് നോക്കിയാൽ അറിയാം, കണ്ണ് നോക്കിയാൽ മനസ്സിലാക്കാം. ഇത്ര വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ മുഖത്തിൻ്റെ ലക്ഷണം, ചുണ്ടിൻ്റെ പ്രകൃതം, മൂക്ക്, കണ്ണ്, ആ കണ്ണിൻ്റെ തടം, ഇതൊക്കെ നോക്കിയാൽ നമുക്കൊരാളെ പറ്റിയിട്ട് പറയാനും മനസ്സിലാക്കാനും സാധിക്കും. സ്ത്രീനാം സ്ത്രീ സംഖ്യനാം സംഘം തെക്വാ ദൂരത ആത്മവാൻ ക്ഷേമേ വിവിക്താസീന. എന്നിട്ടോ എനിക്ക് ക്ഷേമം നൽകുന്നത് തിരക്കൊഴിഞ്ഞിരിക്കുന്ന സ്ഥലം, വിവിക്ത, ആരും അധികം ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരുന്ന്, ആസീന ചിന്തയൻ മാം അതന്ത്രിത, നിവൃത്തിയില്ല, മനസ്സിൽ യാതൊരു മുഷിപ്പും വരരുത്, മടി തോന്നരുത്, ആലസ്യമുണ്ടാവരുത്. അങ്ങനെ അതന്ത്രിതനായി എന്നെക്കുറിച്ച് ചിന്തിക്കണം. ആ ചിന്തിക്കണം എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹം പറയുകയാണ്. ഇത് ആരാ പറയുന്നത്? കൃഷ്ണനോ 16,008 കല്യാണമാണെന്നാണ് നമ്മൾ പറയുന്നത്. ഇതൊക്കെ വിവാഹിതന്മാർ പറയുന്ന കാര്യമാണ്. അപ്പോൾ വിവാഹം കഴിക്കുന്നതിന് ഒരു തെറ്റിവിടെ പറയുന്നില്ല. സ്ത്രീകളോടുകൂടി, കല്യാണം കഴിച്ചവരോടുകൂടി ശൃംഗാര കാര്യങ്ങളിൽ ഇടപെടുന്നതിലും തെറ്റില്ല. പക്ഷേ മനുഷ്യ ജീവിതം എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ആലോചിക്കണം. മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ലൈംഗികത, സെക്ഷുവാലിറ്റി എന്ന അർത്ഥമില്ല. മൃഗങ്ങൾക്ക് പോലും അതില്ലല്ലോ, പിന്നെയാണോ മനുഷ്യർക്ക്? നമുക്ക് 24 മണിക്കൂറുണ്ട് ജീവിതം. ആ 24 മണിക്കൂറും സെക്ഷുവല. നമുക്ക് വേണ്ടതുപോലെ ഒരു കുടുംബം സജ്ജമാക്കി വയ്ക്കണം, ധാരാളം ജോലിയുണ്ട്, പുറത്തു പോയി ജോലിയെടുത്ത് സമ്പാദിക്കണം. ഗൃഹഭരണമാണെങ്കിൽ അതിൽ മണിക്കൂറുകളോളം ജോലി ചെയ്യണം, അടിക്കണം, തുടയ്ക്കണം, പാത്രം കഴുകണം, വെടുപ്പാക്കണം, ഫർണിച്ചറൊക്കെ വൃത്തിയാക്കി വയ്ക്കണം, അതിൽ വേർപ്പ് തട്ടരുത്, കുളിമുറി, ഇതൊക്കെ വെടുപ്പാക്കിയിരിക്കണമല്ലോ. ഇതിനൊക്കെ ധാരാളം സമയം വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സ്വല്പം ദാമ്പത്യമാവാം, അതിന് വിരോധമൊന്നുമില്ല, അവിഹിതമല്ല. പക്ഷെ അത് തന്നെയാണെന്ന് പറഞ്ഞൊരു ലംബടത്വം അതിൽ വരരുത്. യോഷിദ്ഹിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യാ പതംഗവൻ നശ്യതി നഷ്ടദൃഷ്ടി. നമ്മുടെ പ്രേക്ഷകന്മാരിൽ കുറച്ച് പേർക്കെങ്കിലും വിവേകമുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഞാൻ. എനിക്കൊരു എഴുത്ത് വന്നിട്ടുണ്ട്. സ്വാമിജി ഇത്രയൊക്കെ അധികം ഇന്ദ്രിയ നിയന്ത്രണത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ, പക്ഷേ സ്വാമിജിയുടെ കോൽക്കളിയും ടീനേജേഴ്സ് ഭാഗത്തുമുള്ളവരും ഒക്കെ ആയിട്ടാണല്ലോ കാണിക്കുന്നത്. ഇതിലെന്താണ് അർത്ഥം? അപ്പം ഞാൻ ആലോചിക്കുക, ഞാൻ ഈ മുറിയുടെ ഉള്ളിലിരുന്നാണ് ഈ മുക്തി സുധാകരൻ സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ക്യാമറ ടീമും ഉണ്ട്, 1-2 ആൾ കൂടെയുണ്ട്. ഇത്ര മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇത് ഒരു സീനും രംഗവും ഒക്കെ ആയിട്ട് നമ്മുടെ ഡയറക്ടറാണ് ഇത് പുറത്തേക്ക് വിടുന്നത്. അദ്ദേഹം ഇതിൽ എന്തൊക്കെ കാണിക്കണമെന്ന് ഞാൻ കാണുന്നില്ല. എത്ര സർഗാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഞാനിത് സംസാരിക്കുക. അപ്പം ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദൃശ്യരായിരിക്കുന്ന പ്രേക്ഷകർക്ക് പരമകല്യാണം ഉണ്ടാവണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതൊഴികെ എൻ്റെ മനസ്സിൽ വേറെ ഒരു വിചാരവും ഇല്ല. എന്നെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ ഞാൻ പോണു. പോയിക്കഴിഞ്ഞാൽ അവിടെ പോയാൽ സംഘാടകരോട് വഴക്കടിക്കാൻ എനിക്ക് പറ്റില്ല. അവർ കണ്ടമാതിരി ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ഞങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് പോയാൽ കുറച്ച് പുഷ്പങ്ങളെടുത്തു, സ്വാഗതം ചെയ്തു, അത് വലിച്ചെറിയ തലയിലിടുകയൊക്കെ ചെയ്തു എന്ന് വരാം. നിങ്ങളിതൊന്നും ഇടരുതെന്ന് പറയാം ഞാൻ. അപ്പോൾ അവരെന്താ വിളിച്ചാൽ അവർക്ക് അവരുടെ സന്തോഷം ഉണ്ടാവും. പിന്നെ ഈ എഴുത്തുകാരൻ എഴുതിയത് മാതിരി സ്ത്രീകളുടെ കാര്യത്തിലോ മറ്റുള്ളവരുടെ കാര്യത്തിലോ അങ്ങ് ചിന്തിക്കുന്ന ഒരു സ്വാമിജിയാണ് ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ പവിത്രമായിരിക്കുന്ന മേഖലയാണ്. നമ്മുടെ കേരളത്തിലൊരു സമ്പ്രദായവും ഒരു സംസ്കാരവും ഉണ്ട്. നല്ല സ്ഥലത്ത് ചെന്നാൽ താലങ്ങളോടുകൂടി സ്വീകരിക്കുക,
അത് ചിലപ്പോൾ ഒരു പുഷ്പവൃഷ്ടി, ഒരു പുഷ്പാർപ്പണം നടത്തുക, ഇതൊക്കെ സംസ്കാരത്തിൽപ്പെട്ടതാണ്. അപ്പം ഞാൻ അവിടെ പോകുമ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പറ്റുമോ? അത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവർ ചിലപ്പോൾ ഇത്തിരി വികടമായിട്ടും തെറ്റായിട്ടും ചെയ്തു എന്ന് വരാം. അവിടെ ലഹള കൂട്ടി ഞാൻ മടങ്ങി വരണോ അതോ വല്ലവിധവും കാര്യം നടത്തി വരണോ? അപ്പോൾ നന്മ കാണുന്നതിലാണ് നമ്മുടെ സക്സസ് ജീവിതത്തിൽ. അപ്പോൾ ഇദ്ദേഹം, ഈ എഴുത്തുകാരൻ വിചാരിച്ച മാതിരിയുള്ള ഒരു മനോവൃത്തിയൊന്നും എനിക്കുണ്ടെന്ന് തോന്നണില്ല. ഇനി ഇവിടെ വന്ന് അന്വേഷിക്കാമല്ലോ, കണ്ടോളൂ. ഈ ടി വിയിൽ കാണുന്നത് മാത്രമല്ല. പിന്നെ വേറെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാരിൽ ഏറ്റവും വലിയ ഉദ്യോഗം ഭരിക്കുന്ന ഒരാളുടെ ധർമ്മപത്നി ചോദിക്കുകയാണ് നമ്മുടെ മാജിയോട്, സ്വാമിജി എന്താ സ്ത്രീകൾ മാലയിട്ട് കഴിഞ്ഞാൽ അത് കയ്യിൽ മേടിച്ച് കഴുത്തിലിടണേ, സ്ത്രീകളുടെ മാല അവർക്ക് കഴുത്തിലിട്ടുകൂടെയെന്ന്. അത് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഞാനിപ്പോൾ ഏത് അഭിപ്രായത്തിലാണ് സ്വീകരിക്കേണ്ടത്? ഇങ്ങോട്ട് ചായണോ അങ്ങോട്ട് ചായണോ, എന്താ വേണ്ടേ? പക്ഷേ ഞാൻ ഈ കാര്യത്തിൽ സ്വതവേ കുറേ ഒതുക്കമുള്ള ആളാണ്. എന്താ ഒതുക്കം? സ്ത്രീകൾ മാലയിടുമ്പോൾ അത് കയ്യിൽ മേടിച്ച് ധരിക്കാറേ ഉള്ളൂ, അല്ലാതെ അത് ഇടാൻ പറയാറില്ല, അല്ലെങ്കിൽ ഇടാൻ അനുവദിക്കാറുമില്ല. പിന്നെ എവിടെ സ്ത്രീകളുണ്ടെങ്കിലും എല്ലാവരോടും പറയും ഒന്ന് സൂക്ഷിച്ചിരിക്കൂ. ചിലപ്പോൾ ഇതൊക്കെ വെട്ടിച്ച് ചിലർ നമസ്കരിക്കാനൊക്കെ വരുമ്പോൾ നിങ്ങൾ വരരുതെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പിന്നെ ഈ വക ചിന്തകളൊക്കെ വെറും സാധാരണ ചിന്തകളാണ്. ഞങ്ങളുടെ മനസ്സ് ആ ഒരു മണ്ഡലത്തിലാണെന്ന് പെട്ടെന്ന് നിങ്ങളാരും വിചാരിച്ചു പോകരുത്, പെട്ടെന്ന് വിചാരിക്കരുത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നതൊക്കെയാണോ നമ്മുടെ മനസ്സിലുള്ള വികാരം? എനിക്ക് തോന്നുന്നില്ല. വായ കൊണ്ട് പറയുന്നത് തത്വം, പരമാത്മജ്ഞാനം, ഭഗവാന്റെ ഭക്തി ഒക്കെയാണ് പറയുന്നത്. ആ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അത് ജനങ്ങളിൽ വല്ലവിധവും തൊടുത്തു വിടാനായിട്ട് പരിശ്രമിക്കുമോ അതോ ഈ വക ഭ്രമങ്ങളും കാര്യങ്ങളും കൊണ്ടു നടത്തുമോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൽ അഭിപ്രായ വ്യത്യാസം പ്രേക്ഷകന്മാർക്കോ അല്ലെങ്കിൽ കാണികൾക്കോ ഉണ്ടാവാം. ആ അഭിപ്രായ വ്യത്യാസം കേൾക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ഞാൻ കേൾക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞു, ഈ വിവരം ഉടനെ നമ്മുടെ ഡയറക്ടറെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെ നടത്തുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇനി നമുക്ക് ചില പ്രേക്ഷകന്മാരുണ്ട്, അവരാരും ഇങ്ങനെ പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ കണ്ടിട്ട് എന്താ പറയാത്തത്? സ്വാമിജി, ഞങ്ങളുടെ മനസ്സിൽ പറയത്തക്കതായിട്ടൊന്നും അവിടെ തകരാറ് കണ്ടില്ല, അതുകൊണ്ടാണ് പറയാത്തതെന്ന് അവർ. അപ്പോൾ ഈ എഴുത്തുകാരനും ബാക്കിയുള്ളവരും ഇപ്പം ഞാൻ എന്താ ചെയ്യുക, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനൊരു മറുപടി പതിവ് പോലെ അയക്കുന്നുണ്ട്. അഭിപ്രായങ്ങളൊക്കെ സ്വീകാര്യമാണ്, നല്ലതാണല്ലോ. പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഡയറക്ടർക്ക് അടക്കം ചില മാറ്റങ്ങൾ ഒരു പക്ഷേ ഇതിൽ വരുത്തണമെങ്കിൽ വരുത്തും ചെയ്യാം. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ഭാഗവതത്തിൻ്റെ ഭാഷ. യോഷിദ്ഹിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യ പതംഗവൻ നശ്യതി നഷ്ടദൃഷ്ടി. അപ്പോൾ വളരെ ഭക്തിയോടുകൂടി, ഭക്തി മസൃണതയോടുകൂടി നമ്മൾ വന്ന് നമസ്കരിക്കുകയോ വേറെ ഒന്ന് ചെയ്യുമ്പോൾ ആ ഭക്തിയെ നാം കണ്ട് അതിനൊരു സ്വല്പം അനുരൂപമായി പെരുമാറണോ അതോ ഈ പറഞ്ഞ വികാരങ്ങളൊക്കെ ഓർമ്മ വെച്ചുകൊണ്ട് നമ്മൾ നരിയും പുലിയും മാതിരി എടുത്തു ചാടണോ കുറയ്ക്കണോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിൽ കുറച്ചും കൂടി വിശേഷ ബുദ്ധിയോടുകൂടി ക്ഷമയോടുകൂടി ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണത്. യോഷിദ്ഹിരണ്യാഭരണാംബരാദി ദ്രവ്യേഷു മായാരചിതേഷു മൂഢ പ്രലോഭിതാത്മാ ഹ്യുപഭോഗബുദ്ധ്യ പതംഗവൻ നശ്യതി നഷ്ടദൃഷ്ടി. കൃഷ്ണൻ വിടുന്നില്ല. അപ്പോൾ കൃഷ്ണനോട് ചോദിക്കാമല്ലോ നമുക്ക്, എന്താ അത്? കൃഷ്ണൻ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ ഈ 16,008 സ്ത്രീകളോട് കൂടിയിട്ടല്ലേ അങ്ങ് കഴിഞ്ഞത്, അങ്ങക്കിത് പറയാൻ എന്താണ് അവകാശം എന്നൊരു ചോദ്യം ഭാഗവതം വായിക്കുന്ന ആരും ചോദിക്കാറില്ല. എന്നാൽ അത് ചോദിച്ചൂടെ? ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ ഈ ശ്ലോകങ്ങളൊക്കെ ഭാഗവതത്തിൽ നിന്ന് എടുത്ത് മാറ്റുക എന്ന് പറയാൻ ഒരാൾ പുറപ്പെട്ടാൽ മാറ്റണമെങ്കിൽ മാറ്റിക്കോളൂ, അതില്ലാത്തത് വായിച്ചോളൂ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കൃഷ്ണനെപ്പറ്റി കൃഷ്ണൻ പറയുന്നു, നാരദ മഹർഷി പറയുന്നു, ഗോപസ്ത്രീകൾ പറയുന്നു, പ്രധാനപ്പെട്ട 8 ഭാര്യമാർ പറയുന്നു. ഇവരൊക്കെ ഓരോ അഭിപ്രായം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അവരൊക്കെ കൃഷ്ണനെ അസാധാരണമായ ഒരു മഹത്വമുള്ള മഹാത്മാവായിട്ടാണ് ചിത്രീകരിക്കുന്നത്. നാം ജീവിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന ഒരു സമാജത്തിലാണ്. അപ്പോൾ ഈ സ്ത്രീകളെ ധിക്കരിക്കുക നിരാകരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ടോ എന്തു വേണം, അതും ആലോചിക്കേണ്ട കാര്യമാണ്. കൃഷ്ണൻ പറയേണ്ടതൊക്കെ പറയണു. യോഷിത് ഹിരണ്യ ആഭരണ അംബരാദി ദ്രവ്യേഷു. യോഷിത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, ഹിരണ്യം സ്വർണം, ആഭരണം, അംബരം വസ്ത്രം, ദ്രവ്യം പല വിധത്തിലുള്ള സാമഗ്രികൾ, ഇതിലെല്ലാറ്റിലും മായാരചിതേഷു മൂഢ. ഇതൊക്കെ മായ ഉണ്ടാക്കി തീർത്തിട്ടുള്ളതാണ്. അതിൽ മൂഢബുദ്ധിയുള്ളവൻ എന്ത് ചെയ്യണു? പ്രലോഭിതാത്മാ, പ്രലോഭനത്താൽ പ്രലോഭനം പിടിപെട്ട് ഉപഭോഗഭുക്തിയ, ഈ കണ്ടത് മുഴുവൻ എനിക്ക് വേണം 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 എന്ന് വിചാരിച്ച് പതംഗവത് നശ്യതി, ഈയാമ്പാറ്റ തീ കണ്ടാൽ
അത് വിഴുങ്ങണം എന്ന് വിചാരിച്ച് ആർത്തിയോടുകൂടി പറന്നു ചെന്ന് അതിൽ കരിഞ്ഞു പോകുന്നത് മാതിരി നഷ്ടദൃഷ്ടി, തൻ്റെ ദൃഷ്ടി നഷ്ടപ്പെട്ട് നശിച്ചു പോകും. ഇത് അദ്ദേഹത്തിന് പറയാനുള്ളതാണ്, ഭാഗവതത്തിൽ പറയാനുള്ളതാണ്.